എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഹോട്ടലിലെ പോലെ ടേസ്റ്റിയായ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം ഒരു കുക്കറിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു ലേശം കുരുമുളക് പൊടി, ഇച്ചിരി എണ്ണ ചേർത്ത് ഞാൻ 3 വിസിൽ വരുന്നിടം വരെ നന്നായി വേവിച്ചെടുത്ത ചിക്കനാണിത്. കട്ട്ലറ്റിന് ആവശ്യമായ വേവിച്ച പൊട്ടറ്റോ, ചെറുതായി അരിഞ്ഞ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇത് വെച്ച് ഉടയ്ക്കുമ്പം കൈ കൊണ്ട് നമ്മൾ ഉടയ്ക്കുന്ന കണക്ക് നന്നായിട്ട് വരും. അതാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ചിക്കനും ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയും ബ്രെഡ് ക്രംബുമാണ്. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവ ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുക. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതിന് വേണ്ട മസാലകൾ എടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതേ കണക്ക് വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് ഇടുക. എല്ലാം കൂടെ നന്നായിട്ട് മസാലയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. മിക്സി തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കുക. 2 പാത്രത്തിലായിട്ട് മുട്ടയും ബ്രെഡ് ക്രംബും എടുത്ത് വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ ഉരുളകളും നമ്മുടെ മുട്ടയിലോട്ട് ആദ്യം മുക്കുക. മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം അവസാനം ബ്രെഡ് ക്രംബിലും മുക്കിയെടുക്കണം. ഇങ്ങനെ എല്ലാ ബോളുകളും നമ്മൾ നന്നായിട്ട് ബ്രെഡിലും മുട്ടയിലും മുക്കി മാറ്റി ഒരു പ്ലേറ്റിലോട്ട് വെക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് എണ്ണ ചൂടാകും. ആ ചൂടാകുന്ന എണ്ണയിലോട്ട് ഓരോന്നുമായിട്ട് ഇട്ട് കൊടുക്കുക. ഇടത്തരം ചൂടിലാണ് കട്ട്ലറ്റ് 2 വശവും കരിമുര നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലറ്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ കട്ട്ലറ്റ് അടിപൊളി യമ്മി കട്ട്ലറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ്. ബാക്കി ഇരിക്കുന്നത് കൂടെ ഞാൻ അതേ എണ്ണയിൽ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ മുരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ സ്വാദിഷ്ടമായ കട്ട്ലറ്റ് റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണേ.